ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. നമ്മൾ കടയിൽ നിന്നും കഴിക്കുന്ന ബട്ടർ ചിക്കൻ്റെ അതേ ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അപ്പം എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണുള്ളതും ബോണില്ലാത്ത ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു വരണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കറി മസാലപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീരിന് പകരം വിനാഗിരി ആയാലും മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരായിരിക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. ചിക്കനിൽ ഈ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് കുറച്ച് മതി. ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ എന്നാൽ ചിക്കൻ കട്ടിയായി പോവുകയും ചെയ്യരുത്. നല്ല സോഫ്റ്റായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറഞ്ഞ തീയിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ബട്ടർ മെൽറ്റായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ബട്ടറിൽ കിടന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള സാധാരണ വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്നും അരിയണ്ട, നൈസായിട്ട് അരിയണ്ട, ഇങ്ങനെ തന്നെ അരിഞ്ഞെടുത്താൽ മതി. നമ്മളിതെല്ലാം കൂടെ വഴറ്റിയിട്ട് നിന്ന് അരച്ചെടുക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെ അരിഞ്ഞാലും മതി. അതിൻ്റെ കൂടെ ഒരു 10 കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട, ഇതുപോലെ ഒന്ന് കളർ മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അധികം എരിവില്ലാത്ത ഒരു കറിയാണ് ഈ ബട്ടർ ചിക്കൻ. മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ, പുളിയില്ലാത്ത തക്കാളി ആയിരിക്കണം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് തക്കാളി വേവിക്കാനായിട്ട് വെക്കാം.
കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് കുക്കറിൽ വേണമെങ്കിൽ ഇതുപോലെ സവാള വഴറ്റിയിട്ട് വേവിച്ചെടുത്താലും മതി. കുക്കറിലാണെങ്കിൽ ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി സവാളയെല്ലാം നല്ലപോലെ വെന്ത് വരണം. ഒരു 10 മിനിറ്റ് അത് വേവിച്ചെടുക്കണം. ഞാനത് നന്നായിട്ട് വേവിച്ചിട്ട് തണുത്ത ശേഷം മിക്സിയിൽ അരിച്ചെടുത്തതാണിത്. അത് അതേ പാനിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സിയിൽ അരിച്ചെടുക്കണം. അപ്പോഴാണ് ഗ്രേവി ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഞാൻ കയ്യിലെടുത്തിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് ഇതുപോലെ പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നില്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടി ഉപ്പ് വേണം. കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. ഈ ചിക്കനിൽ ഗ്രേവിയെല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ഗ്രേവിയെല്ലാം നന്നായിട്ട് പിടിച്ച് ഗ്രേവി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണിത്. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.